ഹായ് എവരിവൺ, എല്ലാവർക്കും മെറാൻ റൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു ബാക്കിൽ ഒരു വലിയ സ്റ്റഡി പ്ലാനർ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത് നമുക്കറിയാം ബാങ്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ജൂലൈ ഓഗസ്റ്റിനാണ് ഫസ്റ്റ് എക്സാംസ് ഫിലിംസ് ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് മെയിൻസ് എക്സാം ഒക്കെ വരുന്നുണ്ട്. നമുക്കറിയാം ഈ വർഷം നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്, ഒരുപാട് എക്സാം കണ്ടിന്യൂസ് ആയിട്ട് വരുവാണ്. ഉറപ്പായിട്ടും ഫസ്റ്റ് നോക്കുമ്പോൾ SBI PUയുടെ ഫിലിംസ് ആണ് ആദ്യം വരാൻ പോകുന്നത്. ജൂലൈ ഓഗസ്റ്റ് ടൈമിലാണ് ഫിലിംസ്. സെപ്റ്റംബറിൽ ആദ്യമായിട്ട് SBI PUയുടെ മെയിൻസ് വരും. അതാണ് ആദ്യത്തെ മെയിൻസ് എക്സാം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് കംപ്ലീറ്റ് എക്സാം അനലൈസ് ചെയ്ത് നല്ലൊരു സ്റ്റഡി പ്ലാനറാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇതിൽ കുറേ പ്ലാനൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കാം, കറക്റ്റ് ഡേറ്റ് വെച്ച് അതുപോലെ ഡേറ്റും പ്ലസ് അതിൻ്റെ കൂടെ തന്നെ എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ്. ഫസ്റ്റ് ജൂൺ 23 നമ്മുടെ ജൂൺ 23 കഴിഞ്ഞു. IBPS PUയുടെ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് ആണ് വന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മുടെ ആപ്പിനകത്ത് കിടപ്പുണ്ട്. അതിൻ്റെ പാത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ലേണിനകത്ത് ബാങ്കിങ് കോഴ്സിന് എടുക്കുമ്പോൾ അതിനകത്ത് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. മോക്ക് ടെസ്റ്റിനകത്ത് 2025 IPS PO ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഉറപ്പായിട്ട് 15 സെറ്റ് ഫുൾ മോക്ക് ടെസ്റ്റും 15 സെറ്റ് സെക്ഷണൽ മോക്കുമാണ് ഉള്ളത്. നമുക്കറിയാം IPSൻ്റെ പ്രിലിംസ് PUയുടെ പ്രിലിംസ് ഓഗസ്റ്റിനാണ് സംഭവിക്കുന്നത്. ഉറപ്പായിട്ടും അത് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ പോലെ ഫിലിംസ് ബൂസ്റ്റർ ബാച്ചിലൊക്കെ നടക്കുന്ന കുട്ടികൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ അല്ലാതെ എല്ലാ ബാച്ച് കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അറ്റൻഡ് ചെയ്യണം. ഈ ഒരു സ്റ്റഡി പ്ലാന് നമ്മുടെ ഒരു സിംഗിൾ ബ്രാഞ്ചിലല്ല, ട്രിവാൻഡ്രം അല്ലെങ്കിൽ കോട്ടയം അങ്ങനെയല്ല, എല്ലാ ബ്രാഞ്ചിലും ഇതേ പ്ലാനാണ് കംപ്ലീറ്റ്ലി പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ബ്രാഞ്ചിലും ഇതേ പ്ലാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഈ പറഞ്ഞ കുട്ടികൾ നിങ്ങൾ പഠിച്ചിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതായത് ആ ബ്രാഞ്ചിലെ TLSനെ കണ്ട് അത് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് സീരീസ് ഓൾറെഡി വന്നതാണ്. ഇനിയിപ്പോൾ അതിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം. ജൂൺ 23 തൊട്ട് അത് ഓപ്പൺ ആണ് കേട്ടോ. ഓക്കെ, അത് നോക്കി വെച്ചിരിക്കുക. രണ്ടാമത് വരുന്നത് IPS PO അല്ലെങ്കിൽ IPS SBI അതിൻ്റെ സൂപ്പർ ബാച്ചാണ്. സൂപ്പർ ബാച്ച് അല്ല, കംപ്ലീറ്റ്ലി പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു ബാച്ചാണത്. അതായത് ജൂൺ 30 എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എലിജിബിൾ ടെസ്റ്റ് രാവിലെ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് നമ്മൾ ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് 2 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ആ ബാച്ച് വരുന്നത്. അപ്പോൾ ആ ബാച്ചിൻ്റെ ഒരു സ്ട്രക്ചർ പറയുവാണെങ്കിൽ 30 വർക്കിംഗ് ഡേയ്സ് ആണ് വരുന്നത്. ആ 30 വർക്കിംഗ് ഡേയ്സിൽ ഓരോ ദിവസവും നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ 2 ടോപ്പിക്കിൽ നിന്ന് 100 ക്വസ്റ്റ്യൻ ഓഫ്ലൈനായിട്ട് ചെയ്തിട്ട് എല്ലാ ദിവസവും ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് നമ്മൾ ലാബിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യും. അത് നമുക്കറിയാം, ഈ പറഞ്ഞ ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അനലൈസ് ചെയ്യാൻ പറ്റൂ. ഉറപ്പായിട്ടും അത് ദിവസവും ഉണ്ടാവും. പ്ലസ് ഈ എല്ലാ മോക്ക് ടെസ്റ്റിൻ്റെയും അനാലിസിസ് തൊട്ടടുത്ത ദിവസം എല്ലാ ദിവസവും പോകും. ഉറപ്പായിട്ടും മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അനാലിസിസും അതിൻ്റെ കൂടെ പോകുന്നതാണ്. ഇത് എല്ലാ ബ്രാഞ്ചിലും പോകും. അപ്പോൾ ഈ ബാച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാ ബ്രാഞ്ചിലും. ഉറപ്പായിട്ടും ആരെങ്കിലും വെളിയിൽ നിൽക്കുവാണ്, ഫ്രീ ആയിട്ട് നിൽക്കുവാണ്, അല്ലെങ്കിൽ ചുമ്മാ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ ബ്രാഞ്ച് TLSനെ കണ്ട് ഇത് അറിയുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് SBI PUയുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ചെയ്യുക. SBI PU നമുക്കറിയാം പ്രിലിംസ് ജൂലൈ ഓഗസ്റ്റിനാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ SBI PUയുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് വരും. അതുപോലെ തന്നെ IBPS SOയുടെ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസും വരും. അതും നിങ്ങൾ ചെയ്യണം. SBI PUയുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട്. അതേപോലെ IBPS SOയുടെ ടെസ്റ്റ് സീരീസും വരുന്നുണ്ട്. SBI PUയുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആണ്. അത് RIP, അതാണ് ഒരു പ്രോഗ്രാമിൻ്റെ പേര്. RIP എന്ന് പറയുമ്പോൾ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം എന്നാണ് കേട്ടോ. അത് 4 ഡേയ്സിൽ 12 ടെസ്റ്റ് സീരീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ദിവസം അപ്പോൾ 3 ടെസ്റ്റ് സീരീസ് പ്ലസ് അനാലിസിസ്, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ലാബിൽ പോയിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ ആ മോക്ക് ടെസ്റ്റ് എടുത്തിട്ട് ദിവസവും അതിൻ്റെ അനാലിസിസ് പോകും. അങ്ങനെ 4 ദിവസം റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം, 4 ദിവസം നല്ലപോലെ ട്രൈ ചെയ്ത് മാക്സിമം സ്കോർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് കൂട്ടുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ഇൻറ്റൻസീവ് പ്രോഗ്രാം പോകുന്നതായിരിക്കും. അത് ജൂലൈ 21 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർത്ത് വെച്ചിരിക്കുക, ജൂലൈ 21. അതിനി അടുത്ത് വരും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വരുമ്പോൾ ജൂലൈ 25 IPS PUയുടെ പ്രിലിംസ് RIP പ്രോഗ്രാം. അതും ഇതേപോലെ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമാണ്. IPS PUയുടെ പ്രിലിംസിൻ്റെ ടെസ്റ്റ് 12 സെറ്റ് 4 ദിവസം. 4 ദിവസത്തിൽ 12 മോക്ക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്ത്, അത് ലാബിൽ പോയിട്ട് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അനാലിസിസ് സംഭവിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ ഈ ബാച്ചിനകത്ത് SBI അല്ലെങ്കിൽ IPS സൂപ്പർ ബാച്ചിനകത്ത് വരുന്ന കുട്ടികളാണ്. ഉറപ്പായിട്ട് അത് ഒരുപാട് കണ്ടന്റ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ് ഈ RIP പ്രോഗ്രാം കൂടെ കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി പ്രിലിംസ് ഏത് എക്സാം ആണെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നിങ്ങൾ എത്തും. അതാണ്. അത് കഴിഞ്ഞ് SBI PUയുടെ മെയിൻസ് ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട്. ജൂലൈ 30 അത് കഴിഞ്ഞ് ഓഗസ്റ്റിന് IPS PUയുടെ മെയിൻസ് ടെസ്റ്റ് സീരീസ് കംപ്ലീറ്റ് എല്ലാം ആപ്പിൽ എല്ലാവർക്കും ആക്സസിബിൾ ആണ്. സോ അതുകൊണ്ട് മാക്സിമം നിങ്ങളെല്ലാവരും ആ കറക്റ്റ് ടൈമിൽ ഈ പറഞ്ഞ ഓപ്പൺ ആവുന്ന സമയത്ത് മാക്സിമം ട്രൈ ചെയ്ത് അത് അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്ത് അനാലിസിസ് കൂടെ ചെയ്തിട്ട് വേണം പോകാൻ. പിന്നീട്
സെപ്റ്റംബർ 1-ന് IPS POയുടെ മെയിൻസ് ബാച്ച് വരുന്നുണ്ട്. സെപ്റ്റംബർ 1-നാണ്. അത് ഈ പറഞ്ഞ കഴിഞ്ഞ നമുക്ക് കുറച്ച് ദിവസമായിട്ട് IPS മെയിൻസിൻ്റെ ബാച്ച് പോകുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൻ്റെ കണ്ടന്റ് ആയിരിക്കില്ല, ഡിഫറെൻറ്റ് കണ്ടന്റ് ആണ്. പുതിയ പറഞ്ഞ POയുടെ മെയിൻസ് ബാച്ചാണ്, IPS POയുടെ മെയിൻസ് ബാച്ചാണ്. അപ്പോൾ ഉറപ്പായിട്ടും അതൊരു പുതിയ ബാച്ചാണ്. ഉറപ്പായിട്ടും ആ സമയത്ത് എല്ലാവരും ഈ പറഞ്ഞ മാക്സിമം എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും, അത് അറ്റൻഡ് ചെയ്ത് മാക്സിമം ആ ഒരു ബാച്ചിലോട്ട് കയറാൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് IPS ക്ലർക്ക് പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് ആണ്. അതുപോലെ IPS ക്ലർക്കിൻ്റെ പ്രിലിംസ് RIP പ്രോഗ്രാമും വരുന്നുണ്ട്. IPS ക്ലർക്ക് പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് ഈ പറഞ്ഞ 15 സെറ്റ് ഫുൾ മോക്കും സെക്ഷണൽ മോക്ക് 15 സെറ്റുമാണ് വരുന്നത്. അത് ആപ്പിൽ ഓപ്പൺ ആവുന്ന സമയം സെപ്റ്റംബർ 5-നാണ്. ആ സമയത്ത് മാക്സിമം കയറി അറ്റൻഡ് ചെയ്യുക. ഉറപ്പായിട്ടും ആ സമയത്ത് നമുക്ക് പാത്തും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു മെസ്സേജ് നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലും വരുന്നതാണ്. പിന്നെ വരുന്നത് IPS ക്ലർക്കിൻ്റെ പ്രിലിംസിൻ്റെ RIP പ്രോഗ്രാം. നമുക്കറിയാം IPS ക്ലർക്ക് കുറച്ച് ലേറ്റാണ്, അപ്പോൾ ഈ സെപ്റ്റംബർ കഴിയും. ഉറപ്പായിട്ടും അത് കഴിയുമ്പോൾ RIP പ്രോഗ്രാം കൂടെ കഴിയുമ്പോൾ ഒരു ക്ലർക്ക് ലെവലിലോട്ട് നമ്മൾ എത്തും. ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ ഇത്രയും പ്ലാന് ഫോളോ ചെയ്ത് പോകുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ആ സമയമാകുമ്പോൾ നല്ല റേഞ്ച് ആയിരിക്കും. ആ സമയത്ത് ഈ IPS ക്ലർക്കിൻ്റെ പ്രിലിംസ് RIP പ്രോഗ്രാം കൂടെ കയറുമ്പോഴത്തേക്കും ആ ഒരു നല്ല ടച്ചിലോട്ട് എത്താൻ പറ്റും. പിന്നീട് ഈ പറഞ്ഞ ഒരുപാട് ഇതേ സെയിം പാറ്റേണിലുള്ള IPS SOയുടെയും അതേപോലെ തന്നെ IPS RRB POയുടെയും IPS RRB ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെയും ആ ടെസ്റ്റ് സീരീസും ഇതേപോലെ ബാച്ചുകളാണ് വരുന്നത്. ഇതെല്ലാം ഈ ബാച്ചുകളും ഈ സ്റ്റഡി പ്ലാൻ എല്ലാം എല്ലാ ബ്രാഞ്ചിലും സെയിം ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ബ്രാഞ്ചിലും ഈ പഠിച്ച് കഴിഞ്ഞിട്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ അവരുടേതായ ബ്രാഞ്ചുകളിൽ TLs ഉണ്ടാവും, ബാങ്കിൻ്റെ TLs ഉണ്ടാവും. അവരെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ ഇന്ന് തുടങ്ങിയ പ്രിലിംസ് ബാച്ച് ഉറപ്പായിട്ടും എല്ലാ ബ്രാഞ്ചിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം താല്പര്യമുള്ളവർക്ക് അവിടുത്തെ TLsനെ കണ്ട് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് നിങ്ങൾ കാണുന്ന മൊത്തം ടെസ്റ്റ് സീരീസും ആ ബാച്ചുകളുമാണ്. ഈ കാണിക്കുന്ന സ്റ്റഡി പ്ലാനിൽ കാണിക്കുന്ന അതേ ഡേറ്റിൽ കറക്റ്റായിട്ട് ടെസ്റ്റ് സീരീസും ഈ പറഞ്ഞ ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്യും. ഉറപ്പായിട്ടും ഇതെല്ലാം കയറുക. നമുക്കറിയാം ഏറ്റവും അവസാനമായിട്ട് വരുന്നത് IPSൻ്റെ RRB എക്സാംസ് ആണ്, POയും അസിസ്റ്റൻറ്റും. അതാണ് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ട് വരുന്നത്. അത് ആ സമയമാകുമ്പോൾ നമുക്ക് ആ പറയുന്ന പോലെ മെയിൻസിന് ബാച്ച് വരുന്നുണ്ട്, സൂപ്പർ ബാച്ച് ഓൾറെഡി വരുന്നുണ്ട്. അതേപോലെ തന്നെ IPS SO മെയിൻസിന് ഒരു സൂപ്പർ ബാച്ച് വരുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. SO നോക്കുന്നവരുണ്ടാവും ഉറപ്പായിട്ടും. പിന്നെ RRB POയുടെ ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട്. IPS ക്ലർക്കിൻ്റെ മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട്. അത് ഒക്ടോബർ 20-നാണ്. ഒക്ടോബർ 29-ന് IPS RRB ക്ലർക്കിൻ്റെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഒക്ടോബർ 29-ആണ്. നമുക്കറിയാം ഡിസംബറിനാണ് ഈ പറഞ്ഞ IPS RRB ക്ലർക്കിൻ്റെ എക്സാം, പ്രിലിംസ് എക്സാം. സോ നമുക്ക് ഒക്ടോബറിൽ തന്നെ ഈ പറഞ്ഞ ഒക്ടോബർ 29-ന് തന്നെ ടെസ്റ്റ് സീരീസ് കിട്ടുന്നുണ്ട്. നവംബർ 6-ന് IPS RRB PO പ്രിലിംസ് RIP പ്രോഗ്രാം. RRB PO നമുക്കറിയാം അത് നവംബറിനാണ് വരുന്നത്. അതിൻ്റെ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം 7 days 7 ദിവസം 21 സെറ്റാണ്. അപ്പോൾ ഒരു ദിവസം 3 സെറ്റ് വെച്ചിട്ട് നമ്മൾ ലാബിൽ പോയി ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് അനാലിസിസ് ഇവിടെ നടത്തും. അതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ RRB ക്ലർക്കിൻ്റെ RIP പ്രോഗ്രാം വരുന്നുണ്ട്. ഡിസംബറിനാണ് RRB ക്ലർക്കിൻ്റെ എക്സാം വരുന്നത് പ്രിലിംസ്. സോ നമുക്ക് നവംബർ 26-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. 7 ദിവസം ഓരോ ദിവസം 3 ടെസ്റ്റ് സീരീസ് പ്ലസ് അനാലിസിസ്. പിന്നെ വരുന്നത് RRB POയുടെ മെയിൻസ് ടെസ്റ്റ് സീരീസ്, അതുപോലെ RRB ക്ലർക്കിൻ്റെ മെയിൻസ് ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ബാച്ചിൽ കയറുമ്പോൾ, പ്രിലിംസിൻ്റെ ബാച്ച് അല്ലെങ്കിൽ മെയിൻസിൻ്റെ ബാച്ച് കയറുമ്പോൾ ഈ ടെസ്റ്റ് സീരീസ് ഓൾറെഡി നമ്മൾ ചെയ്യിപ്പിച്ചാണ് അനാലിസിസ് കൂടെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ. അല്ലാതെ ഇപ്പോൾ പോലെ 2 ബാച്ചും കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പാത്ത് യൂസ് ചെയ്ത് അത് മാക്സിമം ചെയ്ത് അനലൈസ് ചെയ്യുക. SBI ക്ലർക്ക് ടെസ്റ്റ് സീരീസും വരുന്നുണ്ട്. അതേപോലെ SBI ക്ലർക്ക് ഉറപ്പായിട്ടും കുറച്ച് നേരത്തെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ടെസ്റ്റ് സീരീസും പെട്ടെന്ന് തന്നെ നമ്മുടെ ആപ്പിൽ വരും. ഓക്കെ. ഇതാണ് മാക്സിമം നമ്മുടെ പോയിന്റ്. ഉറപ്പായിട്ടും RRB PO പ്രിലിംസ് RIP വരും. RRB ക്ലർക്കിൻ്റെ പ്രിലിംസ് RIP, RRB PO മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസ്, RRB ക്ലർക്കിൻ്റെ മെയിൻസ് ടെസ്റ്റ് സീരീസ്, പിന്നെ അതുപോലെ SBI ക്ലർക്കിൻ്റെ ടെസ്റ്റ് സീരീസ്. എല്ലാത്തിനും എക്സാമിന് മുന്നേ ഒരു RIP പ്രോഗ്രാം ഉണ്ട്, റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുക. കാരണം 7 ദിവസം അല്ലെങ്കിൽ 4 ദിവസമാണുള്ളത്. ഓരോ ദിവസം നല്ല റിയൽ ഇൻറ്റൻസീവ് ആയിട്ടാണ് പ്രോഗ്രാം പോകുന്നത്. കാരണം ഓരോ ദിവസവും 3 ടെസ്റ്റ് സീരീസ് പ്ലസ് അനാലിസിസ്. അത് നല്ല അല്ലെങ്കിൽ പറഞ്ഞ എന്താ ടൈറ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഉറപ്പായിട്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തും നമ്മുടെ കയ്യിൽ. അപ്പോൾ മൊത്തം നോക്കുമ്പോൾ ഏകദേശം നമുക്ക് എല്ലാ എക്സാമും കവർ ചെയ്തിട്ടുള്ള CA ക്യാപ്സ്യൂൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. പ്ലസ് പ്രിലിംസ് ബാച്ച് എല്ലാ വർഷവും 4 തവണയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആക്ച്വലി 4 തവണയല്ല, ഇവിടെ നമ്മൾ കൂടുതൽ ചെയ്യുന്നുണ്ട്. കാരണം ബാച്ചുകൾ ഫ്രീ ആവുന്നതനുസരിച്ചിട്ട് തീരുന്നതനുസരിച്ചിട്ട് നമ്മൾ കൂട്ടുന്നുണ്ട്. സോ അതുപോലെ മെയിൻസ് ബാച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സെപ്റ്റംബർ 1-നാണ് ഒരു മെയിൻസ് ബാച്ച് വരുന്നതെന്ന് പറഞ്ഞു. സെപ്റ്റംബർ 1 മാത്രമല്ല, ജൂലൈ 2nd വീക്ക് നമുക്കിവിടെ ഒരു മെയിൻസ് ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഓരോ ബ്രാഞ്ചിലും അനുസരിച്ച് ചിലപ്പോൾ പെട്ടെന്ന് നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ നടത്തും. അതുപോലെയാണ്. പിന്നെ മെയിൻസ് ബാച്ച് എല്ലാ വർഷവും 2 തവണയാണ് നടത്തുന്നതാണ് പറയുന്നത്. ഉറപ്പായിട്ടും 2 തവണ ആയിരിക്കില്ല, കൂടുതലാവാൻ ചാൻസ് ഉണ്ട് ഇവിടെ. അതുപോലെ മോക്ക് എൻട്രി ഫോർ ആൾ എക്സാം 2 വർക്ക്ഷോപ്പ് പെർ മന്ത്. വർക്ക്ഷോപ്പ് എന്തായാലും എല്ലാ മാസവും 2, 3 ഉണ്ടാവും ഉറപ്പായിട്ടും. അത് ഈ പറഞ്ഞ ഷെഡ്യൂളിനകത്ത് കാണുമ്പോൾ വർക്ക്ഷോപ്പ് ഉണ്ട് എന്ന് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യണം. വർക്ക്ഷോപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പ്രത്യേകിച്ച് ബാങ്കിന്.
ഓക്കെ. അപ്പോൾ മോക്ക് ഇൻ്റർവ്യൂ ഉറപ്പായിട്ടും നമ്മൾ എല്ലാ വർഷവും നടത്തുന്നതാണ്, നിങ്ങൾക്ക് അറിയാം. ഉറപ്പായിട്ടും ഈ വർഷവും എല്ലാ മോക്ക് ഇൻ്റർവ്യൂയും നടത്തുന്നതാണ്. IPS RRB PO, IPS PO, SBI PO എല്ലാത്തിനും മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ഒരു ഷെഡ്യൂൾ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വരും. അതുപോലെ ബാച്ചിൻ്റെ ഡേറ്റുകളൊക്കെ നോക്കി വെക്കുക. ആ സമയത്ത് ഈ പറഞ്ഞ ബാച്ച് തുടങ്ങുമ്പോൾ എലിജിബിൾ ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, ഉറപ്പായിട്ട് ആ സമയത്ത് നിങ്ങൾ അറിയിക്കും മെസ്സേജായിട്ട്. അത് അറ്റൻഡ് ചെയ്യണം, അത് രജിസ്റ്റർ ചെയ്ത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരൊറ്റ ഷെഡ്യൂളാണ് എല്ലാ ബ്രാഞ്ചിലും പോകുന്നത്, ഒരേ ഡേറ്റിലാണ് പോകുന്നത്. ഉറപ്പായിട്ടും എല്ലാ ബ്രാഞ്ചിലും പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ അവിടുത്തെ ബ്രാഞ്ചിലെ TLs, ബാങ്കിൻ്റെ TLs അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് മാക്സിമം അത് ഡീറ്റെയിൽസ് അറിയുക. ഉറപ്പായിട്ട് എന്നിട്ട് കയറുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അടുത്തൊരു ന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ വരുന്നതാണ്. അതുവരെ സീ സൂൺ.